എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിന്ന് ഷഡാധാരങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ടുള്ളത് മൂലാധാരമാണ്. അപ്പം ഷഡാധാരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം. അപ്പോൾ ഇത് 6 ഈ ഷഡാധാരങ്ങൾ. അപ്പോൾ നമ്മൾ മൂലാധാരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഷഡ്ചക്രാന്തമായ ശരീരത്തിൽ ഗുദത്തിൽ നിന്ന് 2 അങ്കുലീകം മേലെയും മേഢ്രത്തിന് അതായത് 1 അങ്കുലം താഴെയുമായിട്ടാണ് മൂലാധാരം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 4 ദളങ്ങളുണ്ട്. കിഴക്കോട്ട്, പടിഞ്ഞാട്ട്, തെക്കോട്ട്, വടക്കോട്ട് നീണ്ട ദളങ്ങൾ കാണപ്പെടുന്നു. വ ഷ ഷ സ വരദ, ശ്രീ, ഷണ്ഡ, സരസ്വതി. കൂടാതെ ദ്വരണ്ഠൻ എന്ന സിദ്ധനും ഡാകിനി എന്ന ശക്തിയും വസിക്കുന്നു. അഘോര എന്നു പേരുള്ള മൂലാധാര പത്മങ്ങൾ രക്തവർണ്ണമാണ്. ഇതിൻ്റെ കർണികയിൽ പിൻഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതും കാമ എന്നും യോനി എന്നും പേരുള്ള ത്രികോണമുണ്ട്. ഈ ത്രികോണത്തിലാണ് കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്നത്. ഈ കുണ്ടലിനി ദേഹത്തുള്ള സകല നാഡികളെയും ചുറ്റി പ്രദക്ഷിണം വലയാകൃതിയിൽ തൻ്റെ വാൽ കടത്തിയിരിക്കുന്ന സർപ്പിണിയുടെ രൂപത്തോടുകൂടി സുഷുമ്നാ ദ്വാരത്തിൽ, അതായത് ഉള്ളിൽ മിന്നൽ പ്രഭയോടുകൂടി ഉറങ്ങിക്കിടക്കുകയാണ്. ആ മൂലാധാര കർണികയിൽ ബാലാർക്ക പ്രകാശനായിയായ വരദായകരനായി പാശാങ്കുശാലങ്കൃതനായി പരമപുരുഷനായി താരക ബ്രഹ്മാരൂപേണ സ്ഥിതി ചെയ്യുന്ന രാമനെ ഭജിക്കുന്നു. സാധാരണ മനുഷ്യ മനസ്സ് ലിംഗം, ഗുദം, നാഭി എന്നീ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തീവ്ര സാധന കൊണ്ട് മനസ്സ് ലിംഗം, ഗുദം, നാഭി എന്നിവയിൽ നിന്ന് വിട്ട് ഛേദനമാവുന്നു. അപ്പോൾ കുണ്ടലിനി ശക്തി ഉണരുന്നു. യോഗികളുടെ മതപ്രകാരം നട്ടെല്ലിനുള്ളിൽ ഇട, പിങ്കള, സുഷുമ്ന എന്നീ 3 നാഡികളുണ്ട്. സുഷുമ്ന എന്ന നാളത്തിൻ്റെ താഴത്തെ അറ്റത്താണ് കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നതായിരിക്കും.